നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. അതിൻ്റെ ഒരു ദുഃഖം എല്ലാവരുടെ മുഖത്തും ഉണ്ട്, വേദിയിലിരിക്കുന്നവരുടെയും സദസ്സിലിരിക്കുന്നവരുടെ എല്ലാവരുടെയും മുഖത്ത്. പക്ഷെ ഇത് കണ്ടാൽ സലിമേട്ടൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിവതും സ്വയം നന്നായി ചിരിക്കുകയും മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ് സലിമേട്ടൻ. അതുകൊണ്ട് തന്നെ സലിമേട്ടൻ നമ്മളെ വിട്ടുപോയി എന്നുള്ളൊരു ചിന്ത വരുമ്പോഴുള്ളൊരു വിഷമം അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഓരോ നിമിഷങ്ങളും എന്നെ പൊട്ടി ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് ആ വിഷമം മാറ്റിവെച്ച് കുറച്ച് ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സലിമേട്ടനോട് കുറേ സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സലിമേട്ടനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ഒക്കെ ഞങ്ങളുടെ മിമിക്രിക്കാർക്ക് ജ്യേഷ്ഠന്മാരെ പോലെയായിരുന്നു. അവരോടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമായിരുന്നു, നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് നല്ല നല്ല തമാശകൾ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിക്കാനും ഒക്കെ. എന്നെപ്പോലെ മിമിക്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പം വിനോദ് കടാമംഗലം ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ അത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഞാനും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് സലിമേട്ടൻ. ഒരുപാട് ചിരികൾ എന്നെ ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത്, ഞാൻ തികഞ്ഞ ഒരു ബീഫ് കൊതിയനാണ്. ബീഫില്ലാതെ ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എന്നെക്കൊണ്ട് ഒരാഴ്ച ബീഫ് കഴിപ്പിക്കാതിരുന്ന ഒരാളാണ് സലീമേട്ടൻ. ചാന്തുപൊട്ട് എന്ന് പറയുന്നൊരു സിനിമയിൽ സലിമേട്ടൻ അറിയാം എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ചാന്തുപൊട്ട് എന്ന് പറയുന്നൊരു സിനിമയിൽ ഞങ്ങൾ ഈ കടപ്പുറമാണ്, സലിമേട്ടന് ചായക്കട, ഞാനവിടെ ഈ ഐസ്ക്രീം ഒക്കെ വിൽക്കാൻ നടക്കുന്ന ഒരു ചെറിയ ക്യാരക്ടറാണ്. ലാൽ ജോസ് സാറായിരുന്നു എൻ്റെ സംവിധായകൻ. അപ്പം ഞങ്ങളിങ്ങനെ ഇടവേളകളിൽ ഇങ്ങനെ കടല കഴിച്ചുകൊണ്ടിരുന്നപ്പം സലിമേട്ടനോട് പറഞ്ഞു, കടല ഒരുപാട് കഴിക്കരുത്, അത് കൊളസ്ട്രോളിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സലിമേട്ടൻ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല എന്ന് പറഞ്ഞു. നീ ഇങ്ങോട്ട് നടന്നു വന്നപ്പം കഥയ്ക്കുന്നത് കണ്ടല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണ് അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എനിക്ക് കൊളസ്ട്രോൾ ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫ് വിളമ്പിയപ്പോൾ നമ്മുടെ സിദ്ധില്ലാലെ ലാലേട്ടൻ, ഷാജോണെ ഈ ബീഫ് കൊളസ്ട്രോളിന് കുഴപ്പമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലാലേട്ടൻ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല. ഇല്ലെങ്കിൽ കഴിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും കഴിച്ചു. വൈകുന്നേരം സ്നാക്സ് ചായയുടെ കൂടെ കടിയൊക്കെ വരുമല്ലോ, അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉഴുന്നുവട. അപ്പം ഞാൻ 2 ഉഴുന്നുവട എടുത്ത്, ആ പ്രായമല്ല എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ, 2 ഉഴുന്നുവട എടുത്തപ്പോൾ ലാൽ ജോസ് ഡയറക്ടർ, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നീ അത് കഴിക്കല്ലേ, അത് ഇവിടെ വെച്ചേ എന്ന് പറഞ്ഞു. അവിടെ മുതൽ എനിക്കൊരു പേടിയായിപ്പോയി. ഈ അടുത്ത ഒരാഴ്ച പിന്നെ ഉച്ചയ്ക്ക് ബീഫ് തരുമ്പോൾ ഞാൻ വേണ്ട, വൈകുന്നേരം എണ്ണപ്പലഹാരം കൊണ്ടുവരുമ്പോൾ വേണ്ട എന്ന് പറയും. ഒരാഴ്ച ഷൂട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ നേരെ കോട്ടയത്ത് പോയിട്ട് ആദ്യം ചെയ്തത് എൻ്റെ ഫുൾ ബോഡി ചെക്ക് ചെയ്തു. കൊളസ്ട്രോൾ ഇല്ല, ഷുഗറില്ല, പ്രഷറില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ സലിമേട്ടനെന്ന് പറഞ്ഞു, സലിമേട്ട എനിക്ക് കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഒറ്റ ചിരിയായിരുന്നു, പൊട്ടിച്ചിരി. എന്നിട്ട് ലാലേട്ടനെയും വിളിച്ചു, ലാൽ ജോസ് ഏട്ടനെ വിളിച്ചു. ഇതെല്ലാം സലിമേട്ടൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. എന്നെ ഒന്ന് വരട്ടുക, ഒരാഴ്ച എന്നെക്കൊണ്ട് ബീഫ് കഴിപ്പിക്കാതിരിക്കുക. അതിന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സലിമേട്ടൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം ഒഴിച്ചാൽ ബാക്കി സലിമേട്ടനുമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും എന്നെ ചിരിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആ ചിരികളെന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ആ ചിരികളിലൂടെ സലിമേട്ടനും എൻ്റെ മനസ്സിലുണ്ടാവും.